പ്രേസ് ലോർഡ് ദൈവനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവരും സന്തോഷവും സമാധാനമായിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് വേദപുസ്തകത്തിന് രണ്ട് വ്യക്തി ജീവിതങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹം. ഒന്ന് ദുഷ്ടന്റെ ജീവിതവും ഒന്ന് നീതിമാന്റെ ജീവിതവും. സ്തോത്രം ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് ഒന്നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒരു ദുഷ്ടന്റെ ജീവിതവും ഒരു നീതിമാന്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്നാം സങ്കീർത്തനം 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ, ഒരു നീതിമാൻ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു ദുഷ്ടനായ വ്യക്തി ഹല്ലേലൂയ, നീതി ചെയ്യുന്നവൻ നീതിമാൻ. ദുഷ്ടൻ ദുഷ്ടപ്രകാരം നടക്കുന്നു, അതായത് പിശാചിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നു. നീതിമാൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നു. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദുഷ്ടനായ വ്യക്തി എന്ത് ചെയ്യും? ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കും. അവരോട് എന്തെങ്കിലും അവർക്കൊരു ഹല്ലേലൂയ സ്തോത്രം ഒപ്പീനിയൻ വേണമെങ്കിൽ അവർ ആദ്യം ഓടിപ്പോയിട്ട് അങ്ങനെയുള്ള വ്യക്തിയോട് ചോദിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒന്നൊരു നീതിമാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ആരുടെ അടുത്ത് ഓടിപ്പോകത്തില്ല. പാവിരിച്ച് അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഞാൻ ഇതിന് പുറപ്പെടണമോ? ഞാനിത് ചെയ്യണോ? നമുക്കറിയാം, ഇസ്രായേൽ ജനം ഹല്ലേലൂയ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയുന്നു, ദൈവമേ, നീ ഞങ്ങളെ അയക്കുന്നെങ്കിൽ ഞങ്ങൾ പോകാം. സ്തോത്രം. അവർ ദൈവം പറയുമ്പോഴാണ് അവർ കൂടാരം നീട്ടിയടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഹല്ലേലൂയ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ദുഷ്ടനായവൻ ദുഷ്ടന്മാരുടെ ആലോചന ചോദിക്കുകയും നീതിമാൻ ദൈവത്തിൽ നിന്നുള്ള ആലോചന പ്രാപിക്കുകയും ചെയ്യും. രണ്ടാമത്, ദുഷ്ടനായവൻ എവിടെ നിൽക്കും? പാപികളുടെ വഴി നിൽക്കും. പാപം ചെയ്യുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തും. ഹല്ലേലൂയ സ്തോത്രം. നീതിമാൻ പാപികളുടെ വഴി നിൽക്കത്തില്ല. അവൻ അവിടെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ വേദനയായിരിക്കും. ഹല്ലേലൂയ. കാരണം പാപത്തിൽ നിന്ന് തന്നെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവാകുന്ന പാറമേ നിർത്തിയ ഹല്ലേലൂയ ആ ക്രിസ്തുവിനെ ഹല്ലേലൂയ പിന്തുടരുവാൻ തീരുമാനമെടുത്ത അവൻ ഹല്ലേലൂയ സ്തോത്രം ആ വ്യക്തി ജീവിതം ഹല്ലേലൂയ പാപികളുടെ വഴി നിൽക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായും ശ്രമിക്കും. ഹല്ലേലൂയ. മൂന്നാമത് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അപ്പം ദുഷ്ടൻ എവിടെ ഇരിക്കുന്നേ? മറ്റുള്ളവരെ പരിഹസിക്കുന്നില്ല, ദൈവദാസന്മാരെ പരിഹസിക്കുന്നത്, ദൈവമകളുടെ കുറവുകൾ കൊണ്ട് അവരെ ഇവിടെ പോയി പറയുന്നതിൽ സ്തോത്രം അവരെ താഴ്ത്തി ഹല്ലേലൂയ സ്തോത്രം അവർക്കെതിരായി ദൈവവചനത്തിനായി ദൈവത്തിനെതിരായി സംസാരിക്കുന്നതിൽ ദുഷ്ടൻ അതിൽ സന്തോഷം കണ്ടുപിടുത്തും. എന്നാൽ ഒരു നീതിമാനായവൻ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കത്തില്ല. അവരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അദ്ദേഹമേ അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം കുറവുകളെ ക്ഷമിക്കണമേ, അല്ലെങ്കിൽ ആ കുറവുകളെ മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അത് ജ്ഞാനം തരുന്ന ദൈവത്തോട് നിങ്ങൾ അപേക്ഷിപ്പിൻ. എല്ലാവരും ജ്ഞാനികളല്ല ഈ ലോകത്തിൽ. എല്ലാവരും എല്ലാവരെ പോലെ സ്മാർട്ട് അല്ല. ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഓരോ വീക്ക്നെസ് കാണും. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ ചില വ്യക്തിത്വങ്ങൾ വളരെ സ്മാർട്ടായിരിക്കും. അതിനവർക്ക് ആ സ്മാർട്ട്നെസ് ലഭിച്ചാൽ എന്ത് ചെയ്യണം? അവർ ദൈവത്തെ സ്തുതിക്കണം. എന്നാൽ കഴിവില്ലാത്തവരും ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വർത്താനം പറയാൻ പറ്റാത്തവരും ഈ ലോകത്തിലുണ്ട്. അവരെ താഴ്ത്തി കെട്ടാതെ ഞാൻ സംതിങ് ആണെന്ന് ചിന്തിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ദൈവത്തിൻ്റെ നീതിമാനായ മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വേദപുസ്തകം നമ്മളോട് പറയുകയാണ്, നമ്മളെന്ത് ചെയ്യുക? ഒരു ദുഷ്ടൻ ചെയ്യുന്നത് പോലെ ഒരു രക്ഷിക്കപ്പെട്ട ദൈവകൃപയെ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഹല്ലേലൂയ പാപിയുടെ കഴിവഴി നിൽക്കരുത്. ഹല്ലേലൂയ ദുഷ്ടന്മാർ ആലോചന പ്രകാരം നീ നടക്കാൻ പാടുകയില്ല എന്ന് ഹല്ലേലൂയ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ എന്തോ ചെയ്യും? നീതിമാനായ മനുഷ്യൻ എന്തോ ചെയ്യും? യഹോവയുടെ ന്യായ പ്രമാണത്തിൽ അവൻ എന്തോ ചെയ്യും? സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടൻ ദുഷ്ടത ചെയ്തിട്ട് വന്നിട്ട് വേദോത്സവം വായിച്ചവന് സന്തോഷിക്കാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഉടനെ ദിവസം നീ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹൃദയത്തിൽ ഒരു ഗിൽറ്റി കോൺഷ്യസ് ആയിരിക്കും. ദൈവത്തോട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ഞാനിനി അത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ദൈവം ഹല്ലേലൂയ അത് ക്ലിയർ ആയെന്ന് നമുക്ക് മനസ്സിലായി ഹൃദയത്തിലൊരു സമാധാനം വന്നെങ്കിൽ മാത്രമേ വീണ്ടും പ്രാർത്ഥന വിഷയങ്ങളെ ദിവസം പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പരിഹാസികളുടെയും ഹല്ലേലൂയ ദുഷ്ടന്മാരുടെയും വഴികളിലും ഹല്ലേലൂയ അവരുടെ ആലോചനയിൽ നടന്നിട്ട് വന്ന് വേദോസം വായിച്ച് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. എന്നാൽ നീതിമാനായ മനുഷ്യൻ ആരെയും പരിഹാസിക്കാതെയും ഹല്ലേലൂയ മറ്റുള്ള ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? അവൻ രാപ്പകൽ ഹല്ലേലൂയ യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഹല്ലേലൂയ അവൻ ധ്യാനിച്ച് അവൻ സന്തോഷിക്കും. അവൻ്റെ സന്തോഷം എവിടെ ഇരിക്കുന്നത്? ദൈവവചനത്തിലാണ്. കിട്ടുമ്പോഴൊക്കെയും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അഴുക്കായ ഒന്നും അകത്ത് കിടക്കാതെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതുകൊണ്ട് ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് ദൈവിക കൂട്ടായ്മയിൽ അവൻ
നടക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്തുവാ വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയെ വേദവസം പറയുന്നത് അവൻ ഭാഗ്യവാൻ എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ വേദവസം വായിക്കുന്നവനെ പറ്റി പറയുകയാണ് 3-ാം വാക്യത്തിൽ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അപ്പോഴെന്തുവാ വേദപുസ്തകം വായിച്ച ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തോട് ഹല്ലേലൂയ ആലോചന കഴിച്ച് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും നാട്ടിൽ ആറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന വൃക്ഷം ഉണങ്ങിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? വളരെ വളരെ കുറവാണ്. അങ്ങനെ ഉണങ്ങാറില്ല. കാരണം അവയുടെ വേര് വെള്ളത്തിലേക്കാണ്. അല്ലെങ്കിൽ അവയ്ക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അവർ തളച്ചു വളരുവാൻ ഇടയായിത്തീരും. അവർ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഫലം കായ്ക്കേണ്ട സമയത്ത് തന്നെ അവർ ഫലം കായ്ക്കും. സ്തോത്രം. അതുപോലെ തന്നെ അവർ ഇലവാടാതിരിക്കും. പ്രശ്നവും പ്രതികൂലവും ഹല്ലേലൂയ സ്തോത്രം വളരെ കൂടുതൽ അവരുടെ ജീവിതത്തിൽ വന്നാലും അവരുടെ മുഖം പ്രസന്നതയിലായിരിക്കും. അവർ ഹല്ലേലൂയ വെപ്രാളം കാണിക്കത്തില്ല, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഓടത്തില്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ പാതവഴി ദൈവമേ നീ എനിക്ക് തന്നതിന്റെ പിന്നിലൊക്കെയും നിനക്കൊരു ഉദ്ദേശമുണ്ടല്ലോ, ആ ഉദ്ദേശത്തിനായി ഞാൻ സാധിപ്പിച്ചു ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. സ്തോത്രം. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിപ്പാനിടയായിത്തീരും. നമുക്കറിയാം യാക്കോബിനെ പറ്റി. അവൻ ദേശത്ത് ഹല്ലേലൂയ വിതച്ചു, ദൈവം അവനോട് കൂടെ ഇരുന്നുണ്ട്. അവൻ 100 മേനി അവിടെ കൊയ്തുവെന്ന് നമുക്ക് ജെനസിസിൽ കാണാൻ പറ്റും, ഉൽപ്പത്തി പുസ്തകത്തിൽ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ 4-ാം വാക്യത്തിൽ പറയുക, ദുഷ്ടനായവൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവരങ്ങനെ കാറ്റു പറ്റുന്ന അതുപോലെ അത്രേ. നമുക്കറിയാം ഹല്ലേലൂയ പണ്ടൊക്കെ പായൽ ഹല്ലേലൂയ നമ്മൾ അരി ഹല്ലേലൂയ പാറ്റുമ്പോഴെന്ത് ചെയ്യും? ഹല്ലേലൂയ അതിനകത്തുള്ള പതിര് ഹല്ലേലൂയ പറന്നു പോകും. അതുപോലെയുള്ള ദുഷ്ടൻ പിന്നെ അവനെ കാണത്തില്ല. സ്തോത്രം. 5-ാം വാക്യത്തിൽ ആകെ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ഹല്ലേലൂയ ന്യായവിസ്താരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവന്റെ പുസ്തകം, പ്രവൃത്തിയുടെ പുസ്തകം ഹല്ലേലൂയ നമ്മൾ ന്യായവതിയുടെ മുമ്പാകെ നിൽക്കണം. നമ്മൾ ചെയ്യുന്നതൊക്കെ കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദുഷ്ടൻ ന്യായവിസ്ഥാനത്തിന് മുമ്പിൽ നിൽക്കുകയില്ല. പാപികൾ നീതിമാന്മാരുടെ സഭയിൽ അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയുകയില്ല. സ്തോത്രം. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ നീതിമാന്മാർ വഴി അറിയുന്നു. സ്തോത്രം. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. പാപത്തിൽ ഹല്ലേലൂയ പിന്നെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടന്റെ വഴി നാശകരമായിരിക്കുമ്പോൾ യഹോവയായ ദൈവം നീതിമാന്മാരുടെ വഴി അറിയുന്നു. അവർക്ക് ദൃഷ്ടി ഹല്ലേലൂയ വെച്ച് അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നു. അവർ മുന്നോട്ട് പോകുമ്പോൾ വഴി ഇതാകുന്നു, വഴിയാകുന്നു, ഇതാകുന്നു, കുഞ്ഞ് ഇതിലെ നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് അവർ വഴി നടത്തുന്ന ദൈവത്തിന്റെ ക്രമമൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം നീതിമാനായി ദൈവത്തിന്റെ ഹല്ലേലൂയ വഴികളിൽ അനുസരിച്ച് ദൈവത്തെ ഫോളോ ചെയ്യാൻ, ദൈവവചനത്തെ ഫോളോ ചെയ്യുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ പരസ്പരം ബലപ്പെടുത്തുകയും അല്ലെങ്കിൽ ദൈവിക വഴി നടക്കുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.